സഭയുടെ നിലപാടനുസരിച്ച് വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലാണ്. വിവാഹം എപ്പോഴും ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലാണ്, അതിലപ്പുറമില്ല. അതിന്റെ അർത്ഥം പുരുഷനും സ്ത്രീയുമാണെങ്കിൽ പരസ്പരം വിവാഹിതരാകാം. അതിലപ്പുറം പുരുഷനും പുരുഷനും തമ്മിലോ സ്ത്രീക്കും സ്ത്രീക്കും തമ്മിലോ വിവാഹം സാധ്യമല്ല എന്നും കൂടിയാണ്. ഇപ്പൊ ഹോമോസെക്ഷൽ മാരേജ് എന്നുള്ളത് സഭയുടെ കാഴ്ചപ്പാടിലും സങ്കല്പത്തിലും ഇല്ല. ഞാനും പെണ്ണും ആണും തമ്മിൽ ജീവിക്കുകയാണെങ്കിൽ, ഒരേ ലിംഗത്തിൽപ്പെട്ടവർ ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ സഭ അതിനെ വിവാഹമായിട്ട് കണക്കാക്കുന്നുമില്ല. അതിന് ഹോമോസെക്ഷൽ യൂണിയൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹോമോസെക്ഷൽ യൂണിയൻ ആണ്, ഹോമോസെക്ഷൽ മാരേജ് ആയിട്ട് പോലും കണക്കാക്കുന്നും ഇല്ല. എന്നാൽ പല രാജ്യങ്ങളിലും പല സമൂഹങ്ങളിലും ഇത്തരത്തിലുള്ള ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ഒന്നിച്ചുള്ള ജീവിതമുണ്ട്. വിവാഹം അനുവദിച്ചിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ആ രീതിയിൽ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ത്യയിൽ ഹോമോസെക്ഷൽ മാരേജ് അനുവദിച്ചിട്ടില്ല നിയമപരമായിട്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. പക്ഷേ എൻ്റെ അറിവനുസരിച്ച് 2022 ഒരു സുപ്രീം കോടതി വിധി അനുസരിച്ച് അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഈ കോഹാബിറ്റേഷന് തുല്യമായിട്ട് അവരെ കണക്കാക്കാം എന്നാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത്. അത് ലീവ് ഇൻ കപ്പിൾസ് ആയിട്ട് കണക്കാക്കാം. അതിന് ലീഗൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. വിവാഹിതരായിട്ട് ദമ്പതികളെ പോലെ കണക്കാക്കുന്നില്ലെങ്കിലും ലിവ് ഇൻ കപ്പിൾസ് ആയിട്ട് കണക്കാക്കാം ലീഗലായിട്ട് എന്നൊരു സമീപനം ഇന്ത്യയിലെ സുപ്രീം കോടതി എടുത്തിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് വിവാഹത്തോട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ തർക്കമൊക്കെ സഭാപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ജർമ്മനിയിൽ ഏതാനും അടുത്ത വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യം നമുക്കറിയാമല്ലോ. ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ച് വിവാഹം സാധ്യമല്ലെങ്കിലും അവരുടെ ബന്ധത്തെ പള്ളിയിൽ ആശീർവദിക്കണമെന്നുള്ള ഡിമാൻഡ് കുറെ പേര് വെക്കുകയും കുറേയേറെ മെത്രാന്മാർ അതിന് അനുകൂലമാവുകയും എന്നാൽ വത്തിക്കാൻ അത് സമ്മതിക്കാതിരിക്കുകയും അത് വലിയ വിവാദമാകുകയും ഒക്കെ ചെയ്തിട്ടൊക്കെയുണ്ട്. അതുകൊണ്ട് ഈ സെയിം സെക്സ് യൂണിയൻ ബ്ലസ് ചെയ്തുകൂടെ എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. ഏത് കാര്യത്തെയും വിവാഹമായിട്ട് ആശീർവദിക്കില്ല, വെറുതെ ഒന്ന് ആശീർവദിക്കാൻ മേലെ എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. വീട് ആശീർവദിക്കാറുണ്ട്, പശുത്തൊഴുത്ത് ആശീർവദിക്കാറുണ്ട്, കന്നുകാലികളെ വെഞ്ചരിക്കാറുണ്ട്. എന്നാൽ പിന്നെ ഈ രണ്ട് മനുഷ്യരെ വെഞ്ചരിച്ചുകൂടെ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ച അനേകം പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു തർക്ക വിഷയമായിട്ട് ആ രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ സഭയുടെ ഈ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. അതായത് വിവാഹം എന്നുള്ളത് പുരുഷനും പുരുഷനും തമ്മിൽ സാധ്യമല്ല, അല്ലെ രണ്ട് ലിംഗത്തിൽപ്പെട്ടവർ തമ്മിൽ ആയിരിക്കണം എന്ന് തന്നെയാണ് സഭയുടെ കാഴ്ചപ്പാട്.